ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഷോർട്ടിലൂടെ. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറയുന്നത് വീട്ടിൽ മരിച്ച അസ്മ എന്ന് പറയുന്ന സഹോദരി ഹോസ്പിറ്റൽ കൊണ്ടുപോകാത്തത് കാരണമാണ് മരിച്ചത്. റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു, രക്തസ്രാവം മൂലമാണ് മരിച്ചത്. അപ്പോൾ അതിനെതിരെയായിരുന്നു ഞാൻ ആ ഷോർട്ടിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഞാൻ ആ ഷോർട്ടിൽ പറയുന്നത് മുസ്ലിംസ് എല്ലാവരും വീട്ടിൽ പ്രസവിക്കാനാണ് ഇഷ്ടം, അങ്ങനെ സംസാരിക്കുന്ന ചില വീഡിയോസ് ഞാൻ കണ്ടു യൂട്യൂബിൽ. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. മുസ്ലിംസ് എല്ലാവരും അങ്ങനെയല്ല, ബോധമില്ലാത്തവർ മാത്രമേ വീട്ടിൽ പ്രസവിക്കുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഫസ്റ്റ് മെൻഷൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിംസ് എല്ലാവരും വീട്ടിൽ പ്രസവിക്കാനാണ് ഇഷ്ടം, അതാണ് നല്ലത് എന്ന് പറയുന്ന ചില യൂട്യൂബേഴ്സിന് മാത്രമാണ് ഞാൻ ഒരു മറുപടി കൊടുത്തത്. പക്ഷേ ഞാൻ ഒരിക്കലും വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്നില്ല. എൻ്റെ വീഡിയോ പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പക്ഷേ ആ വീഡിയോയിൽ എല്ലാവരും മനസ്സിലാക്കിയത്, എല്ലാവരും തെറ്റിദ്ധരിച്ചത് ഞാൻ വീട്ടിൽ പ്രസവിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത് എന്നാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ പറയില്ല. അപ്പോൾ എനിക്ക് തന്നെ അനുഭവമുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കുറച്ച് നേരം വൈകിയതുകൊണ്ട് കഷ്ടപ്പാട് അനുഭവമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ പോയൊന്ന് എൻ്റെ ചാനലിലൊന്ന് പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒരിക്കലും വീട്ടിൽ പ്രസവിക്കുന്നതിന് ഞാൻ അംഗീകരിച്ച് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് കണ്ടു എൻ്റെ ആ ഒരു ഷോർട്ടിൽ. അപ്പോൾ ആ ഒരു വീഡിയോ ആണെങ്കിൽ ഈ ഒരു സംഭവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ 18,000 സംതിങ് അയക്കണു. അപ്പോൾ അത് എനിക്ക് ഡിലീറ്റ് ചെയ്യാനും മനസ്സ് വരുന്നില്ല. അപ്പോൾ ആരെങ്കിലും അത് കണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഒരു ഷോർട്ട് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനൊരിക്കലും ഞാൻ അംഗീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. വീട്ടിൽ പ്രസവിക്കുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. പിന്നെ വേറെ കുറച്ച് കമൻറ്റ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. ചാക്കിലാണ് ജീവിതം, മുഖം കാണാതെ എങ്ങനെ സംസാരിക്കുന്നു, അങ്ങനെ ഇങ്ങനെ എൻ്റെ ഈ വസ്ത്രത്തോട് നെഗറ്റീവ് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണല്ലോ, ഇപ്പോൾ പുരോഗമന ചിന്താഗതി ഇല്ല ആളുകൾ തന്നെയാണ് പറയുന്നത് വസ്ത്രം അവരവരുടെ ചോയ്സാണ് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു വസ്ത്രത്തിനോടാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഞാൻ ജനിച്ചപ്പോൾ മുതലോ അല്ലെങ്കിൽ ബുദ്ധി വെച്ച കാലം മുതലൊന്നും ഇങ്ങനെ നടന്ന ആളല്ല. ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ, ഒരു 2 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ഒരു വസ്ത്രം ഏറ്റെടുത്തിട്ട്. അപ്പോൾ ഇതിലാണ് എനിക്ക് കംഫർട്ട്, ഇതിലാണ് എനിക്ക് സുഖം, സന്തോഷമൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാം, കമൻസുകൾ വരും. മുസ്ലിങ്ങളാണ് കൂടുതലും, അതൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ. ഇഷ്ടപ്പെടുന്നവർ മാത്രം വീഡിയോസ് കണ്ടാൽ മതി, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാമല്ലോ. അപ്പോൾ ആരുടെയും മനസ്സ് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.